ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിപ്പിച്ചിട്ടുണ്ട്. ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്കതിൽ നോക്കേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇയർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 ഒരു വർഷത്തെ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. പിന്നെ 21 എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, ഇത് റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, dash is the taxonomical aid based on contrasting characters generally in a pair called couplet. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ടാക്സോണമിക്കൽ എയ്ഡ് എന്നാണ്. ടാക്സോണമിക്കൽ എയ്ഡ് ഏതാണ്? വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ആ എയ്ഡ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് ദീസ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ഒക്കർ ഇൻ പെയർസ് ആൻഡ് ദ പെയർ ഇസ് കോൾഡ് കപ്ലെറ്റ്. കപ്ലെറ്റ് എന്നറിയപ്പെടുന്ന പെയറായിട്ട് കാണപ്പെടുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ടാക്സോണമിക് എയ്ഡ് ഏതാണ്? നമുക്കറിയാം, ദാറ്റ് ഈസ് കീ, KEY. കീ ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ ആണ്. അതിൻ്റെ ഉത്തരം, അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ, എൻ്റെ ആൻസർ വരുന്നത് കാൾ ലിനേസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഫ്രോഗ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി റിട്ടൺ നെയിം. ശരിക്കും പറഞ്ഞാൽ അതിൽ റാണ ടൈഗ്രിന എന്നുള്ളതാണ് ഫ്രോഗിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ കറക്റ്റ്ലി റിട്ടൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വൈൽ വി ആർ റൈറ്റിംഗ് ദ സയൻറ്റിഫിക് നെയിം, ദ ഫസ്റ്റ് വേർഡ് starts with a capital letter and it denotes the genus name, and the second name starts with a small letter and it denotes the specific epithet. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും വേണ്ടത്, ഇതിലിപ്പോൾ രണ്ടും അത്ര കറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാണ ടൈഗ്രിന ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ വേണം. ഇങ്ങനെയാണ് ശരിക്കും അത് എഴുതേണ്ടത്. ഫസ്റ്റ് ആർ എന്ന് പറയുന്നത് ക്യാപിറ്റലും സ്പേസ് ഇട്ടിട്ട് ടൈഗ്രിനയുടെ ടി സ്മോൾ ലെറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടാക്സോണമിക് കാറ്റഗറീസ് ആർ ഗിവൺ, വി ഷുഡ് അറേഞ്ച് ദം ഇൻ ദർ കറക്റ്റ് ഹൈറാർക്കിയൽ ഓർഡർ. അപ്പോൾ ആ കറക്റ്റ് ഓർഡർ പഠിക്കണം. നമുക്കറിയാം, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമുക്ക് 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡമാണ്. അപ്പോൾ അതിൽ നിന്ന് 4 ഓപ്ഷനിൽ നമ്മൾ നോക്കിയാൽ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഫൈലം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ബി അല്ല ഉത്തരം, ABCDയിൽ ഏതോ ഒന്നാണ് ഉത്തരം. അപ്പോൾ ഫസ്റ്റ് ഫൈലം തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡമാണ്. അപ്പോൾ അതല്ല, അതിനെ ഡിസ്കാർഡ് ചെയ്യാം നമുക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് തൊട്ട് താഴെ വരുന്ന ടാക്സോണമിക് കാറ്റഗറി നോക്കുക, അത് ഫൈലമാണ്. അപ്പോൾ നമുക്കറിയാം ഈ 3 കേസിലും ഫൈലമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറി നോക്കുക, ക്ലാസ് ആണ്, അതും സെയിം ആണ്. ഇനി വരുന്നത് തൊട്ട് താഴെയുള്ള നോക്കുക. ഇനി എ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഫാമിലിയാണ്. സി എന്ന് പറയുന്ന, ബി എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. സി എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓർഡറാണ്. ഡിയിൽ തന്നിരിക്കുന്നത് ഫാമിലിയാണ്. അപ്പോൾ ഇനി ക്ലാസ്സിന് തൊട്ട് താഴെയുള്ള ടാക്സോണമിക് കാറ്റഗറിയാണ് ഓർഡർ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും തന്നിരിക്കുന്നത് ഫാമിലി എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതല്ല. അപ്പോൾ ബാക്കിയുള്ളത് ഏതാണ്, ഓർഡർ, ഇത്. അപ്പോൾ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ആ കറക്റ്റ് ടാക്സോണമിക് കാറ്റഗറിയുടെ ഓർഡർ, ഹൈറാർക്കിയൽ സീക്വൻസ് ആണ് പഠിക്കേണ്ടത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. C is the correct answer. Okay. Then comes the next question. Arrange the following taxonomic categories in the correct sequence. Same as that of the above question. നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെയായിരുന്നു? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് ഫൈനലി സ്പീഷീസ്. ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡവും ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസുമാണ്.
നെക്സ്റ്റ് 6 ക്വസ്റ്റ്യൻസ്. ICZN സ്റ്റാൻഡ്സ് ഫോർ. ICZN എന്ന് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ ചെയ്യുമ്പോൾ ആ നെയിമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഇന്ന സ്ഥലത്താണ് കാണുന്നത്, അല്ലെങ്കിൽ ICZN പറയുന്ന ക്രൈറ്റീരിയ വെച്ച് വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ICZN എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സി ഈസ് ദ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question. Find out the odd one on the basis of taxonomy and justify your answer. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ്, 4-5 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ നിന്ന് ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക, ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ 1 മാർക്ക് നമുക്ക് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈ ഇറ്റ് ഈസ് ദ ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് ദ ഓഡ് വൺ. അപ്പോൾ ആ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യസ്തത കാണിക്കുന്നത്, അതും കൂടി എഴുതണം. അതായത് ഒരു സെൻറ്റൻസിന് മതി, ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഫാമിലി, ഓർഡർ, ക്ലാസ്, ഹെർബേറിയം, ഫൈലം. ഈ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഓഡ് വൺ ഏതായിരിക്കും? ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം. ഏതൊക്കെയാണ്? ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം. ദീസ് ഓൾ ബിലോങ്സ് ടു ദ കാറ്റഗറീസ്. ഇതെല്ലാം കാറ്റഗറീസിൽ ഉൾപ്പെടുന്നു. വൈൽ ഹെർബേറിയം ഇസ് എ ടാക്സോണമിക് എയ്ഡ്. ഡിഫറൻസ് മനസ്സിലായോ? ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, all these terms are taxonomic categories, അല്ലെങ്കിൽ they denote taxonomic categories, while herbarium is a taxonomical aid. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? ഓഡ് വൺ ഔട്ട് ഇസ് ഹെർബേറിയം, ബിക്കോസ് herbarium is a taxonomical aid while all others are taxonomic categories. അങ്ങനെ ആൻസർ ചെയ്യാം. Then 8th question. Select the correct sequence. Again the next same question is repeating. Kingdom, phylum, class, order, family, genus, species. Same question is repeating. Then അത് കറക്റ്റ് വൺ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കിങ്ഡം, ഫൈലം, ഫസ്റ്റ് ഓപ്ഷൻ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, അതുവരെ ശരിയായി. പക്ഷേ പിന്നെ ജീനസ്, ഫാമിലി എന്നാണ് വരുന്നത്, അപ്പോൾ അത് തെറ്റാണ്. ബി എന്ന് പറയുന്നത് കിങ്ഡം, ഫൈലം, ഓർഡർ, ക്ലാസ് ആണ്, അപ്പോൾ അതും തെറ്റാണ്. ക്ലാസ് കഴിഞ്ഞാണ് ഓർഡർ വരിക. ദെൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് കറക്റ്റാണ്. സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡിയിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കിങ്ഡം, ക്ലാസ്, ഫൈലം, ഫാമിലി, ഓർഡർ, സ്പീഷീസ്, ജീനസ്, അപ്പോൾ അത് തെറ്റാണ്. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് ആയിരിക്കാം. അപ്പോൾ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th question. Observe the first pair of words and write the suitable word for the second pair. ഫസ്റ്റ് പെയർ നോക്കിയിട്ട് അതുപോലെ സെക്കൻഡ് പെയർ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ, അതിനോട് മാച്ച് ചെയ്ത് തന്നിരിക്കുന്ന ടേം ലിവിങ് പ്ലാന്റ്സ് എന്നാണ്. അപ്പോൾ ലിവിങ് പ്ലാന്റ്സ് ആർ കെപ്റ്റ് ഇൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെയാണ് നമ്മളത് റീഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലിവിങ് ആനിമൽസ് എവിടെയായിരിക്കും? സുവോളജിക്കൽ പാർക്ക്, അതാണ് ഉത്തരം വരേണ്ടത്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ലിവിങ് പ്ലാന്റ്സ്, അങ്ങനെയാണെങ്കിൽ ലിവിങ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ഒരു പെയർ വേർഡ്സ് തന്നിട്ടുണ്ടാവും. അത് അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഒരു പെയർ വേർഡ്സ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ റിലേഷൻ നോക്കി നെക്സ്റ്റ് പെയറിൽ മിസ്സിങ് വണ്ണിനെ കണ്ടുപിടിക്കുക. 2 വാക്കുകൾ തന്നിട്ടുണ്ടാവും, അവ തമ്മിലൊരു ബന്ധമുണ്ടാവും. ആ ബന്ധം നോക്കിയിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു പെയർ വേർഡ്സ് ഉണ്ടാവും, 2 വേർഡ്സ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുണ്ടാവും, അതിലൊരെണ്ണം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വാക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് 10th question. During an adventure trip, a +1 student got a skull and skeletal part of a rare animal from the Chinna forest. Select the suitable location for keeping it from the list taxonomical aids given below. ഒരു അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ സമയത്ത് ഒരു +1 സ്റ്റുഡൻറ്റിന് എന്ത് കിട്ടി? ഒരു സ്കള്ളും സ്കെലിറ്റൽ പാർട്സും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ആ കിട്ടിയിരിക്കുന്ന സ്പെസിമെനെ നമ്മൾ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ലിസ്റ്റ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ ഗിവൺ, അതിൽ നമ്മൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ആൻസർ എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും. ഹെർബേറിയത്തിലാണോ? അല്ല. കാരണം നമുക്കറിയാം ഹെർബേറിയം എന്ന് പറഞ്ഞാൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പെസിമെൻസ് ആണ് അവിടെ കാണുക. ദെൻ സുവോളജിക്കൽ പാർക്കിൽ എങ്ങനെയാണ് കാണുക? ലിവിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ് കാണുക. അപ്പോൾ അതുമല്ല, നമുക്ക് ലിവിങ് ആയിട്ടല്ല കിട്ടുന്നത്. ദെൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് മൂന്നുമല്ല. പിന്നെ ഏതാണ്? മ്യൂസിയത്തിലാണ് പ്രിസർവ്ഡ് ആയിട്ടുള്ള പാർട്സ്, ആനിമൽസിൻ്റെ പ്ലാന്റ്സിൻ്റെ പ്രിസർവ്ഡ് പാർട്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. സോ ദ ആൻസർ ഈസ് മ്യൂസിയം. ഓക്കെ, അത് ടിക്കറ്റ് വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, കറക്റ്റ് ആൻസർ ഏതാണെന്ന് എഴുതണം. പിന്നെ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഇൻ 1 sentence. Then 11th question, a student conceive the rules for nomenclature as follows. If you find any mistake in the underlined portions, correct them with appropriate words. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിങ്ങിൻ്റെ ക്രൈറ്റീരിയയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ പോർഷൻ, അടിയിൽ വരച്ചിരിക്കുന്ന പോർഷൻ ശ്രദ്ധിച്ച് അവയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് മാറ്റുക, എന്നിട്ട് യോജിച്ച വാക്ക് അവിടെ ചേർക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് എ, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ദ സ്പീഷീസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അതാണ് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അണ്ടർലൈൻ വേർഡ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത് സ്പീഷീസ് എന്നാണ്. അപ്പോൾ ആ സെൻറ്റൻസ് ശരിയാണോ നോക്കിയേ. ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് സ്പീഷീസ് ആണോ? അല്ല. എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജീനസ്. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യണം. എങ്ങനെ എഴുതണം? ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ എന്നുള്ളത് തിരുത്തേണ്ട കാര്യമില്ല. നമ്മൾ എന്താ തിരുത്തേണ്ടത്? സ്പീഷീസ് എന്നുള്ള വാക്ക് മാറ്റി അവിടെ ജീനസ് എന്നുള്ള വാക്കാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ആൻസർ മാത്രം എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ദ ഹോൾ സെൻറ്റൻസ് ബൈ അണ്ടർലൈനിങ് ദ വേർഡ് ജീനസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി, ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് ദ ജീനസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. അപ്പോൾ ഇവിടെയും അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ജീനസ് എന്ന വേർഡും സ്മോൾ എന്ന വേർഡുമാണ്. അപ്പോൾ സെക്കൻഡ് വേർഡ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്പീഷീസിനെയാണ്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം? ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് ജീനസ് എന്നുള്ളത് മാറ്റി സ്പീഷീസ് ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്റർ ശരിയാണ്. സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് ജീനസ്. അപ്പോൾ ആ 2 വാക്കുകളാണ് ആ 2 ഓപ്ഷനിലും മാറ്റേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th question, complete the table using the suitable terms. ആ ടേബിൾ സ്യൂട്ടബിൾ ടേംസ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ നെയിം, ജീനസ്, സ്പീഷീസ്, ക്ലാസ്, ഫൈലം, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആരുടെയാണ്? കോമൺ നെയിം തന്നിട്ടുണ്ട് മാൻ. അപ്പം ഞാൻ പറഞ്ഞതാണ് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ പഠിക്കണം എന്ന്. അപ്പോൾ മാൻ്റെ കോമൺ നെയിം തന്നിട്ടുണ്ട്. ജീനസ് ഏതാണ്? ഹോമോ ആണ് ജീനസ്. HOMO, ഹോമോ, അതാണ് ഇവിടെ വരേണ്ടത്. പിന്നെ സ്പീഷീസ് ഇസ് ഗിവൺ സാപ്പിയൻസ്, ക്ലാസ് ഇസ് ഗിവൺ മമേലിയ ആൻഡ് ഫൈലം ഇസ് കോഡേറ്റ. ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഫൈലം കോഡേറ്റ, അങ്ങനെയാണ് ആ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. മാൻ, genus Homo, species Sapiens, class Mammalia and phylum Chordata. Then 13th question, select the correct generic name and specific epithet from the table given below and write the scientific name of housefly. നമ്മളോട് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, എന്താ ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എഴുതുക എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്, ജനറിക് നെയിം, സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നൊക്കെ. അതായത് കറക്റ്റായിട്ടുള്ള ജീനസ് നെയിമും സ്പീഷീസ് നെയിമും എഴുതിക്കൊണ്ട് ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറിക് നെയിം തന്നിട്ടുണ്ട്, 2 ജനറിക് നെയിമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഹൗസ് ഫ്ലൈയുടെ നമ്മൾ സെലക്ട് ചെയ്യാം. മാൻജിഫറ എന്ന് പറയുന്നൊരു ജനറിക് നെയിം തന്നിട്ടുണ്ട്. നമുക്കറിയാം മാൻജിഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ ട്രീ, മാവിൻ്റെ ജനറിക് നെയിമാണ്. മസ്ക ഹൗസ് ഫ്ലൈയുടെ, നമ്മുടെ ഈച്ചയുടെ ജനറിക് നെയിമാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഏതാണ്? മസ്ക. ദെൻ സ്പെസിഫിക് എപ്പിത്തറ്റ്.
സ്പെസിഫിക് എപ്പിത്തറ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഡൊമസ്റ്റിക്ക. ഇറ്റ് ഈസ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ് ഓഫ് ഹൗസ് ഫ്ലൈ. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മസ്ക ഡൊമസ്റ്റിക്ക. അങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. മാൻജിഫെറ ഇൻഡിക്ക ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ ട്രീ ആൻഡ് മസ്ക ഡൊമസ്റ്റിക്ക ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്യാപിറ്റൽ സ്മോൾ അതൊക്കെ കറക്റ്റായിട്ട് എഴുതണം. 14th question, align taxonomic categories is in ascending order. അപ്പോൾ ലോവസ്റ്റ് നിന്ന് ഹയസ്റ്റിലേക്ക്, അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ ആയിട്ട് എഴുതാം. Then 15th question, rearrange both biological category and taxon based on taxonomical hierarchy. ബയോളജിക്കൽ കാറ്റഗറിയും ടാക്സോണും കൃത്യമായി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാറ്റഗറി തന്നിരിക്കുന്നത് ഫൈലം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം ഹൗസ് ഫ്ലൈയുടെ ആണ്. നമുക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്, ഹൗസ് ഫ്ലൈയുടെ ആണ് ഈ കാറ്റഗറീസും ടാക്സോണും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കാറ്റഗറി ടാക്സോൺ വ്യത്യാസം ഞാൻ പറഞ്ഞതാണ്. കാറ്റഗറി മീൻസ് ഫൈലം, ജീനസ്, ക്ലാസ്, സ്പീഷീസ്, കിങ്ഡം അങ്ങനെ പറയുന്നതാണ് കാറ്റഗറി. ഇനി ഓരോ കാറ്റഗറിയിലെയും പെർട്ടിക്കുലറായിട്ട് ഏതാണ്, അതായത് ഫൈലം ആർത്രോപോഡ. അപ്പോൾ ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു ടാക്സോണാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈലം മസ്ക ഡൊമസ്റ്റിക്ക ബിലോങ്സ് ടു ദ ഫൈലം ആർത്രോപോഡ. ഇങ്ങനെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നിങ്ങളൊരു ടേബിൾ വരച്ച് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഫൈലം എന്നെഴുതിയിട്ട് ഒരു ഹൈഫൺ അല്ലെങ്കിൽ അതിൻ്റെ നേരെയുള്ള കോളത്തിൽ ആർത്രോപോഡ അങ്ങനെ ആൻസർ കൊടുക്കുക. നമ്മളെപ്പോഴും ആൻസർ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കി എഴുതുന്നതാണ് നല്ലത്. ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ ആൻസർ ചെയ്യും, ഇതാ ഫൈലം ആർത്രോപോഡ. അത് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യുക, അതുപോലെ ചില കുട്ടികൾ ഇപ്പോൾ ഇതിന് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, ABCD എന്ന് നമ്പർ ഉണ്ടെങ്കിൽ A എന്നിട്ട് ഫൈലം എന്ന് എഴുതില്ല, അതിന് വരെ ആർത്രോപോഡാന്ന് മാത്രം എഴുതും. അപ്പോൾ അങ്ങനെ എഴുതാതെ രണ്ട് ഓപ്ഷനും ഫില്ല് ചെയ്യുക, കൃത്യമായി ഫില്ല് ചെയ്യുക. അതാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ആൻസർ. അപ്പോൾ ഫൈലം ആർത്രോപോഡ. ദെൻ ജീനസ് ഏതാണ്? ഹൗസ് ഫ്ലൈയുടെ ജീനസ് മസ്ക. Then class insecta and species domestica. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ടത് ഫില്ല് ചെയ്യേണ്ടത്. ഫൈലം ആർത്രോപോഡ, ജീനസ് മസ്ക, ക്ലാസ് ഇൻസെക്റ്റ ആൻഡ് സ്പീഷീസ് ഡൊമസ്റ്റിക്ക. Then 16th question, after completing a project study based on diversity of spiders, the specimens were intended to store for future reference. Select a taxonomical aid from the following for the preservation of specimens. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്പൈഡർ സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദ സ്റ്റഡി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം. ഫ്യൂച്ചറിനേക്ക് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടി അതിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എവിടെയാണ്, ഏത് ടാക്സോണമിക്കൽ എയ്ഡാണ് നമുക്കതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക? ഹെർബേറിയം, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, സാങ്ച്വറി, ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. നമുക്കറിയാം പ്രിസർവ്ഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുക? സ്പൈഡേഴ്സിനെ പിടിച്ചു എന്നിട്ട് അതിൻ്റെ ലൈവ് സ്പെസിമെൻസ് അല്ല നമ്മൾ സൂക്ഷിക്കുക. പ്രിസർവ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളതിനെ മ്യൂസിയത്തിൽ സൂക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th question, categorize the following terms into 2. Give suitable title for each category. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടേംസിനെ എന്ത് ചെയ്യണം? രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് ഹെഡിങ് ആക്കുക. എന്നിട്ട് ഓരോന്ന് ഏത് ഹെഡിങ്ങിലാണോ അതിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? സ്പീഷീസ്, മ്യൂസിയം, ക്ലാസ്, ജീനസ്, സുവോളജിക്കൽ പാർക്ക്, ഹെർബേറിയം. അപ്പോൾ നമ്മളതിനെ എങ്ങനെ രണ്ടാക്കി തിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് ബ്രോഡായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ടാക്സോണമിക് കാറ്റഗറിയും ടാക്സോണമിക് എയ്ഡുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പീഷീസ് നോക്കാം. സ്പീഷീസ് എവിടെ വരും? ടാക്സോണമിക് കാറ്റഗറിയിൽ വരുമോ, എയ്ഡിൽ വരുമോ? സ്പീഷീസ് ടാക്സോണമിക് കാറ്റഗറി. ദെൻ
മ്യൂസിയം ടാക്സോണമിക് എയ്ഡ്. ദെൻ ക്ലാസ് വരുമ്പോഴോ കാറ്റഗറി, ജീനസ് വരുമ്പോഴോ അതും കാറ്റഗറി. ദെൻ സുവോളജിക്കൽ പാർക്ക് വരുമ്പോഴോ അത് എയ്ഡാണ്. ദെൻ ഹെർബേറിയം വരുമ്പോഴോ അതും എയ്ഡാണ്. അപ്പോൾ നമ്മൾ രണ്ടായി തിരിച്ചു, ടാക്സോണമിക് കാറ്റഗറി ആൻഡ് ടാക്സോണമിക് എയ്ഡ്. Then note the relationship between the first two words and suggest suitable word for the fourth place. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വേർഡ് തമ്മിലുള്ള റിലേഷൻ നോക്കി നെക്സ്റ്റ് പുതിയൊരു വേർഡ് നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് പെയറിലെ മിസ്സിംഗ് വേർഡ് കണ്ടുപിടിക്കാം. കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. നമുക്കറിയാം ലിവിങ് പ്ലാന്റ്സിനെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്. ആനിമൽസിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന്, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പുതിയൊരു സ്ഥലത്ത് അവരെ കൺസേർവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും? വി നോ ദാറ്റ് ദ സ്പേസ് ഇസ് കോൾഡ് സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ആൻസർ സുവോളജിക്കൽ പാർക്കാണ്. നെക്സ്റ്റ് ബി, ഹോമോ സാപ്പിയൻസ് മാൻ. അങ്ങനെയാണെങ്കിൽ മസ്ക ഡൊമസ്റ്റിക്ക ഡിനോട്ട്സ് ഹൗസ് ഫ്ലൈ. അത് റെക്കർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. Then rearrange the following in correct taxonomic hierarchical sequence. അപ്പോൾ അത് നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്നത് ടാക്സോണമിക് കാറ്റഗറി അല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ ടാക്സോണുകളാണ് തന്നിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആയിട്ട് പ്രത്യേകമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈലം, അപ്പോൾ കോഡേറ്റ ആണ് ഏറ്റവും ഫൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കോഡേറ്റ, ഹയർ ഇതിലേക്കാണ് പോയിരിക്കുന്നത്. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ്, അത് ഏറ്റവും ലോവറിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? സാപ്പിയൻസ് ആണ് സ്പീഷീസ് നെയിം, പിന്നീട് ജീനസ് നെയിമാണ് വരേണ്ടത്, ദാറ്റ് ഈസ് ഹോമോ. സാപ്പിയൻസ് ആണ്. ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതണം. ഞാൻ എഴുതി കാണിക്കുമ്പോൾ നമ്പർ ഇട്ട് കാണിക്കാം. സാപ്പിയൻസ് ആണ് സ്പീഷീസ്, പിന്നെ ഹോമോ എന്ന് പറയുന്നതാണ് ജീനസ്. അപ്പോൾ ജീനസ് കഴിഞ്ഞു, സ്പീഷീസ് കഴിഞ്ഞു, ജീനസ് കഴിഞ്ഞു. പിന്നെ എന്ത് വരണം? പിന്നെ ഹോമിനിഡേ, ഫാമിലി ഹോമിനിഡേ, പിന്നെ ഓർഡർ പ്രൈമേറ്റ, പിന്നെ ക്ലാസ് മമേലിയ ആൻഡ് ഫൈനലി ഫൈലം കോഡേറ്റ. അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹോമിനിഡേ, ജീനസ് ഹോമോ ആൻഡ് സ്പീഷീസ് സാപ്പിയൻസ്. അതാ കറക്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു കളക്റ്റഡ് എ സ്കൾ ഓഫ് ആൻ ആനിമൽ ആൻഡ് എ ലിവിങ് റെയർ ആനിമൽ ഡ്യൂറിങ് ദ സ്റ്റഡി ഓഫ് ടൂർ. രാജുവിന് എന്തൊക്കെ കിട്ടി? ഒരു ആനിമലിൻ്റെ സ്കള്ളും കിട്ടി, ഒരു ലൈവ് സ്പെസിമെനും കിട്ടി. സെലക്ട് ദ സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ ഈച്ച് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഏത് ടാക്സോണമിക് എയ്ഡിലാണ് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം സ്കള്ള് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മ്യൂസിയത്തിലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഇനി ലിവിങ് ആയിട്ടുള്ള ആനിമൽ ആണെങ്കിൽ നമുക്ക് സുവോളജിക്കൽ പാർക്കിലായിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക. ദ ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, ഹെർബേറിയം, മ്യൂസിയം. അപ്പോൾ ലൈവ് സ്പെസിമിനെ സുവോളജിക്കൽ പാർക്കിലും സ്കള്ള് മ്യൂസിയത്തിലുമാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇതോടുകൂടി അവസാനിച്ചു. ഇനി നിങ്ങളിത് നോട്ടിലേക്ക് എഴുതണം. ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഡീറ്റെയിൽ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.